അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ച കാലം മുതൽ മാതൃഭൂമി പത്രം വായിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മാതൃഭൂമി പത്രത്തിൻ്റെ ദേശവിരുദ്ധ നിലപാടുകൾ സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ മാതൃഭൂമി നിർത്തി മനോരമ വാങ്ങിച്ചു. പക്ഷേ ഇന്നത്തെ മനോരമ, ഏപ്രിൽ 30 മനോരമ, ഈ മനോരമയുടെ ഒന്നാമത്തെ പേജിൽ ഫോട്ടോ സഹിതം വളരെ വിശദമായി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. നിങ്ങളും കണ്ടു കാണും ഈ വാർത്ത, ഇല്ലെങ്കിൽ കാണണം. ശൗര്യചക്ര ഏറ്റുവാങ്ങിയ ഷമീമയും നാടുവിടണം എന്നാണ് മനോരമ പറയുന്നത്. ഈ വാർത്ത വായിക്കുന്ന ഏതൊരാൾക്കും മോദി ഗവൺമെൻറ്റിനോടും ഇന്ത്യ ഗവൺമെൻറ്റിനോടും BJPയോടുമൊക്കെ കടുത്ത അമർഷം തോന്നും. അത് തോന്നണം എന്ന് മനോരമയ്ക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് മനോരമ ഇങ്ങനെ ഒരു വ്യാജ വാർത്ത കൊടുത്തത്. ഈ വ്യാജ വാർത്തയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഫേസ്ബുക്ക് പേജിൽ കണ്ടപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായത്. ബാരാമുള്ള ജില്ലാ പോലീസ് മേധാവി ഇറക്കിയിരിക്കുന്ന ഒരു പത്രക്കുറിപ്പ് അതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഫേസ്ബുക്ക് പേജിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇത്തരം വാർത്തകൾ വ്യാജ വാർത്തകളാണ് എന്നും അത് രാജ്യത്തെയും സൈന്യത്തെയും അപകീർത്തിപ്പെടുത്താനുള്ളതാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് ജമ്മു കാശ്മീരിൻ്റെ പോലീസ് ഓഫീസർമാർ പരസ്യമായ പത്രപ്രസ്താവന ഇറക്കിയതിന് ശേഷം പിറ്റേ ദിവസം മനോരമ ഈ വ്യാജ വാർത്ത ചെയ്തു. ഒരുപക്ഷെ നമ്മളൊക്കെ ശക്തമായി പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായി നാളെ മനോരമ തീപ്പട്ടി വലിപ്പത്തിൽ 24-ാമത്തെ പേജിൻ്റെ അടിയിലെ കോളത്തിൽ ഇതിനൊരു തിരുത്ത് കൊടുത്തുകൂടായികയൊന്നുമില്ല. പക്ഷേ ഒന്നാം പേജിൽ ഫോട്ടോ സഹിതം ഇത്രയും പ്രാമുഖ്യത്തോടു കൂടി വന്ന ഒരു വാർത്ത ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നതിൽ മനോരമ വിജയിച്ചിരിക്കുന്നു. മനോരമയുടെ ചരിത്രം എഴുതിയ ശക്തിധർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആ മനോരമയുടെ ചരിത്ര പുസ്തകത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് വിഷവൃക്ഷത്തിൻ്റെ അടിവേരുകൾ എന്നാണ്. ഇത്രമാത്രം വിഷം വമിപ്പിക്കുന്ന ഒരു പത്രസ്ഥാപനം, രാജ്യവിരുദ്ധത വളരെ ഭംഗിയായി പഞ്ചസാരയിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു ശൈലി പണ്ട് മുതലേ അവർക്കുണ്ട്. ഇതൊന്നും അറിയാതെയല്ല ഞാൻ മനോരമ വായിക്കാൻ തുടങ്ങിയത്. മാതൃഭൂമിയേക്കാൾ ഭേദമായിരിക്കുമല്ലോ എന്ന് കരുതിയാണ് 6 മാസം മുമ്പ് ഞാൻ മനോരമ വായിക്കാൻ തുടങ്ങിയത്. പക്ഷേ മാതൃഭൂമിയെയും കടത്തിവെട്ടി വളരെ വൃത്തികെട്ട രീതിയിൽ, അങ്ങേയറ്റം നിന്ദ്യവും നീചവുമായ രീതിയിൽ രാജ്യം ഒരു ആപത്തിനെ നേരിടുന്ന സമയത്ത് അകത്ത് നിന്നുകൊണ്ട് രാജ്യവിരുദ്ധത നടത്തുന്ന മനോരമ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ, നടപടിയെടുത്തുകൂടെ, കേസ് കൊടുത്തുകൂടെ എന്നൊക്കെ. വിശാല ജനാധിപത്യ മതേതര രാജ്യവും ഇങ്ങനെയുള്ള കോടതികളുമുള്ള ഇവിടെ ഈ കേസുകളുമായിട്ട് എത്ര പതിറ്റാണ്ടുകൾ വേണമെങ്കിലും നമുക്ക് നടക്കാമെന്നല്ലാതെ യാതൊരു ഫലവും കിട്ടില്ല എന്ന് മനോരമയ്ക്കും അറിയാം. പക്ഷേ മനോരമ ഈ ചെയ്യുന്നത് ധർമ്മോസ്മത് കുലദൈവതം എന്ന് പറയുന്ന മഹത്തായ മുദ്രാവാക്യത്തിൻ്റെ കീഴിലാണ്. ധർമ്മത്തെക്കുറിച്ച് ഗംഭീരമായി പ്രസംഗിക്കുകയും ആ ധർമ്മത്തിൻ്റെ അടിവേരറുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാജ്യവിരുദ്ധതയുടെ നിന്ദ്യവും നീചവും നികൃഷ്ടവുമായ ഈ മനോരമ പ്രവൃത്തിയോട് രാജ്യസ്നേഹികളായിട്ടുള്ളവരെല്ലാവരും പ്രതികരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.